ഞാൻ പാസ്റ്റർ ടി.വൈ. സൈമൺ, കവടിയാർ ടൗൺ ചർച്ചിൻ്റെ പാസ്റ്ററാണ്. 1997 മുതൽ ഞാൻ ഇപ്പോൾ 2024 പട്ടണത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ട്രിവാൻഡ്രം പട്ടണത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു വന്നു. 2010 മുതൽ ഇപ്പം 2024 ഞാൻ AG അസംബ്ലി സ്കൂളിൻ്റെ ശുശ്രൂഷകനായിട്ട് ഓർഡിനൻ പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്നു. അപ്പോൾ തന്നെ ട്രിവാൻഡ്രം വെസ്റ്റ് സെഷൻ്റെ ട്രഷററായിട്ടും പ്രവർത്തിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യ വിജയ, അതുപോലെ എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത ആൾ ഏഞ്ചലാണ്, രണ്ടാമത്തെ ആൾ ബ്ലസ്സനാണ്. ഏഞ്ചലിൻ്റെ വിവാഹം കഴിഞ്ഞു. മകൻ ഓസ്റ്റിനാണ് അവളെ വിവാഹം കഴിച്ചത്. അവർക്ക് 2 മക്കൾ ഇപ്പോൾ ഉണ്ട്, ആൽഫിയും ഏഡനുമാണ്. ഇളയ മകൻ ബ്ലസ്സനാണ്. ബ്ലസ്സൻ വന്നിട്ട് അവൻ വിവാഹം കഴിഞ്ഞു, എറണാകുളത്തു നിന്നാണ് വിവാഹം കഴിഞ്ഞത്. അവൻ ഇപ്പോൾ കാനഡയിൽ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി മൊത്തം ദൈവത്തെ സേവിക്കുന്ന നിലകളിൽ ദൈവത്തെ ആരാധിച്ചു വരുന്നു. അപ്പോൾ തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് കവടിയാറിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നതെങ്കിലും പ്രാർത്ഥനയുടെയും ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് വൈലിക്കട എന്ന് പറയുന്ന സ്ഥലത്ത്, അതിൻ്റെ സമീപമായ വൈലിക്കടയിൽ എനിക്കൊരു വീടും ദൈവം തരാനായിട്ടിടയായി. അവിടെയാണിപ്പോൾ ആരാധനയെല്ലാം നടന്നു വരുന്നത്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് എൻ്റെ മാതാപിതാക്കൾ അവർ വിശ്വാസത്തിലുള്ളവരായിരുന്നു. അതിനു മുമ്പുള്ള അനുഭവം, എൻ്റെ ഫാദർ വന്നിട്ട് ഹിന്ദു ആയിരുന്നു. നിത്യതയെക്കുറിച്ചുള്ള അറിവിലേക്ക് അവരാഗ്രഹിച്ചു. അവർ വിശ്വാസത്തിലേക്ക് വന്നു. അമ്മയും വിശ്വാസത്തിലാണ്. അവരിന്ന് ഇല്ല. അവർ 10 മക്കളെ പ്രസവിച്ചു. അതിൽ 8ാമത്തെ ആളാണ് ഞാൻ. പിന്നത്തേതിൽ ഞങ്ങൾ 8 പേരുണ്ട്. ആ 8 പേരിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു വരും. ഞങ്ങളെല്ലാം അസംബ്ലീസ് ഹോട്ടലിലെ ശുശ്രൂഷിക്കുന്നവരും സഭകളുടെ വിശ്വാസികളുമായിട്ട് എല്ലാ കുടുംബങ്ങളും തീർന്നിട്ടുണ്ട്. ഞങ്ങൾ 5 സഹോദരന്മാരുണ്ട്. ഇപ്പോൾ നിലവിൽ 2 സഹോദരിമാരുണ്ട്. അങ്ങനെ ഞങ്ങൾ 7 പേരാണ് ഉള്ളത്. ഒരു സഹോദരി മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് 5 മക്കളുണ്ട്. അവരെല്ലാവരും വിശ്വാസത്തിൽ തന്നെയാണ്. പിന്നെ എൻ്റെ കുട്ടിക്കാലമെന്ന് പറയുന്നത്, ഞാൻ വലിയൊരു കുടുംബത്തിൽ അംഗങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ക്ഷയിച്ചവരായിരുന്നു. ആഹാരത്തിനായിരുന്നാലും വസ്ത്രത്തിനായിരുന്നാലും പഠന കാര്യത്തിലായിരുന്നാലും ഞങ്ങൾ പിന്നോക്കത്തിലായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ലഭിച്ച ഒരു ഭാഗ്യമെന്ന് പറയുന്നത്, ഞങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർ വിശ്വാസ ജീവിതം നയിച്ച് ഞങ്ങൾക്ക് മാതൃക കാണിച്ച് തന്നവരാണ്. എൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും. അങ്ങനെ എൻ്റെ പിതാവിലും നല്ല മാതൃകകൾ കണ്ട് വളരാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. എങ്കിലും ഞങ്ങളുടെ ദേശത്തുള്ള സാധുക്കളെ മറ്റാരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടാൽ അതിനോട് പ്രതികരിക്കാനായിട്ടുള്ളൊരു മനോഭാവം എനിക്ക് ചെറിയ പ്രായത്തിലുണ്ടായി. ആരെയും വെറുതെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല, സാധുക്കളെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. അതിനെതിരെ ഞാൻ പ്രതികരിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ സമൂഹത്തിലിറങ്ങി പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നിൽക്കാനായിട്ടുള്ള അറിവ് എനിക്ക് വേണം. ഏതായിരുന്നു ഗായിക പരിശീലനത്തിന് പോയി മർമ്മശിൽസയൊക്കെ പഠിച്ചു. അങ്ങനെ സമൂഹം എന്നെ നോക്കുമ്പോൾ എൻ്റെ ദേശത്തിൽ വളരെ പേരും എന്നെ വളരെയധികം നോക്കിക്കൊണ്ടേയിരുന്നു. ഞാനെന്താകും, എൻ്റെ രീതി, എൻ്റെ ശൈലി, ഞാൻ കൂട്ടുകൂടി ഒന്നും ചെയ്യുന്ന ഒരാളല്ല. ഒറ്റയ്ക്ക് നിന്ന് ഓരോ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചിന്തിക്കും. അതിൻ്റെ പിന്നിൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കൊരു അപകടം പറ്റാതെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരിട്ടിട്ടുള്ള ആളാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു പോലീസ് കേസോ പിന്നെ മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുന്ന അനുഭവം എനിക്കുണ്ടായിട്ടില്ല. അവിടെ നിന്ന് എനിക്ക് ട്രീറ്റ്മെൻറ്റ് അറിയാം.
മർമ്മചികിത്സയായിരുന്നു. അതെല്ലാം നന്നായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. എങ്കിലും വിവാഹത്തിനുള്ള സമയമായി. ഞാൻ അസംബ്ലീസ് റോഡിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, സൺഡേ സ്കൂളിൽ പഠിച്ചത്. അവിടെ നിന്ന് ദൈവശബ്ദപ്രകാരമുള്ളൊരു വിവാഹത്തിന് വേണ്ടി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു രാത്രിയിൽ ദൈവം എന്നോട് സംസാരിച്ച പ്രകാരം ആണ് ഞാൻ വിജയകുമാരി എന്നാണ് എൻ്റെ വൈഫിൻ്റെ പേര്, അദ്ദേഹത്തെ വിവാഹം കഴിക്കാനായിട്ട് കഴിഞ്ഞത്. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവകൃപയിൽ ഞങ്ങൾ ആശ്രയിച്ചും പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും പോരുന്നുണ്ട്. അങ്ങനെ ഇരിക്കവേ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള വിളിയുണ്ടായി. ആ വിളിയെന്ന് പറയുന്നത്, എനിക്ക് കുട്ടിക്കാലം മുതലേ എനിക്ക് ദൈവവചനം ശുശ്രൂഷിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. പാടണം, ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടല്ലാതെ ഈ വേലയ്ക്ക് വേണ്ടി തുടരില്ല. അതിനു മുമ്പായിട്ട് ചില പ്രവാചകന്മാർ, ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന പ്രവാചകന്മാരുണ്ട്, അവരിലൂടെയുള്ള ദൈവശബ്ദം എന്നെ കേൾപ്പിച്ചു. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ വേലയെന്ന് പറയുന്നത് ദൈവം എന്നോട് പറയണം, അത് മനുഷ്യൻ എന്നോട് പറഞ്ഞാൽ എനിക്കതിനോട് വലിയ താല്പര്യമുണ്ട്. ഏതായാലും കാലാന്തരത്തിൽ ദൈവം എന്നോട് തന്നെ സംസാരിച്ചു. 3 ഘട്ടങ്ങളിലായിരുന്നു ദൈവം എന്നോട് സംസാരിച്ചത്. ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഒരു വലിയ ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വസ്ത്രമായിട്ട് ഒരു മനുഷ്യൻ ആ സ്റ്റേജ് അലങ്കരിക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ മുൻപിൽ വെള്ളവസ്ത്രധാരികളായിട്ടുള്ള വലിയൊരു കൂട്ടം ജനം, പുരുഷന്മാരും സ്ത്രീകളും, ഇങ്ങനെ 2 ലൈനായിട്ട് 2 ഭാഗമായിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്റ്റേജിൽ നിൽക്കുന്ന മനുഷ്യൻ നല്ല വെളിച്ചം തൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി ജനത്തിൻ്റെ ഇടയിലേക്ക് വരുന്നത്. ഞാൻ ഇവരുടെ ഏറ്റവും പുറകിലായിട്ട് ആണ് ഞാൻ നിന്നത്. അവിടെ ഇരുട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, അതുകൊണ്ട് എനിക്ക് മറഞ്ഞു നിൽക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ആ സ്റ്റേജിൽ നിന്ന ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി ജനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ജനത്തോട് സംസാരിക്കാനോ വ്യക്തികളോട് സംസാരിക്കാനോ വരുന്നതാവാം. വന്ന് ആ മനുഷ്യൻ എൻ്റെ അരികിലേക്ക് വന്നു, എൻ്റെ വലം കൈക്ക് പിടിച്ചു, എന്നെ ആ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് പാട്ട് പാടാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ പാടാം. അങ്ങനെ ആ സ്റ്റേജിൽ ഞാൻ പാടാനായിട്ട് ഇങ്ങനെ പാടി തുടങ്ങുമ്പോൾ സ്വപ്നം അവസാനിച്ചു കഴിഞ്ഞു. അതായിരുന്നു ഒന്നാമത്തെ. രണ്ടാമത് ഒത്തിരി നാൾ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആനന്ദമായി. ദൈവം എനിക്ക് ആ നൽകിയ സ്വപ്നം പോലെ തന്നെ പിന്നീട് ഞാൻ അനേകം കൺവെൻഷൻ സ്റ്റേജുകളിൽ ഞാനും എൻ്റെ വൈഫും നല്ലൊരു കൊയറുമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ പാടാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായ ഒരു ദർശനം. ആ ദർശനം ഇങ്ങനെയായിരുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു 2 മണി മുതൽ 4 മണി വരെ ഓളം രാത്രിയിൽ നീണ്ടു നിൽക്കുന്ന സ്വപ്നമായിരിക്കും. ആ സ്വപ്നത്തിൽ ഒരു വലിയ കൂട്ടം ജനം യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി അവിടെ വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് യേശു ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ഒരു വലിയ കൂട്ടം ജനം ഇങ്ങനെ അവിടെ അണിനിരന്നിരുന്നു. ഞാനും അവരുടെ ഇടയിലുണ്ടായിരുന്നു. യേശു വരും എന്ന് പറഞ്ഞിങ്ങനെ വളരെ സമയം എല്ലാവരും കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് മിന്നൽ പോലെ ഒരു വെളിച്ചം ചുറ്റി മിന്നി. അപ്പോഴേക്കും ചിലർ വിളിച്ചു പറഞ്ഞു, അയ്യോ എൻ്റെ ഇന്നാരെ കാണാനില്ല എന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. ഞാൻ അതിനേക്കാൾ കരഞ്ഞു. ഞാനും സൺഡേ സ്കൂൾ പഠിച്ചു, ഞാനും ദൈവത്തെ ആരാധിച്ചു. എന്നാൽ യേശു വന്നപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് അത് യഥാർത്ഥ സംഭവം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നീട് ഞാൻ കാണുന്ന വിശ്വാസികളെയും പാസ്റ്റർമാരെയും യേശുവിൻ്റെ വരവിൽ പോയില്ലല്ലോ എന്നുള്ള ആ ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കർത്താവിൽ പ്രസിദ്ധനായ ഒരു ദൈവത്തിൻ്റെ ദാസനോട് ഞാൻ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ബെനറ്റ് അവറുകളാണ്. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും എന്ന വെളിപ്പാടാണ്, അല്ലെങ്കിൽ എന്ന ദർശനമാണ് ദൈവം നിങ്ങൾക്ക് തന്നത് എന്ന് പറഞ്ഞു. അന്ന് മുതൽ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി. പിന്നെയും ഞാൻ വളരെ നാളുകൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ മിക്കവാറും അർദ്ധരാത്രികളിൽ
എനിക്കിഷ്ടമുള്ള നല്ല ഗാനങ്ങൾ പാടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് പതിവാണ്. പകലൊക്കെ ആരുടെ മുമ്പിലും അങ്ങനെ പാടാറില്ല. ഞാൻ അർദ്ധരാത്രികളിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പകലൊക്കെ എന്നെ ആളുകൾ കാണുമ്പോൾ അവൻ ഇന്ന കുഴപ്പക്കാരനാണ്, പ്രശ്നക്കാരനാണ് എന്നൊക്കെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുമായിരിക്കും. പക്ഷേ ഞാൻ സാധുക്കളെയും ദേശത്തിലെ പ്രായമുള്ളവരെയും അങ്ങനെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവർക്കൊരു അത്താണിയായിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഏതായാലും അങ്ങനെ ദൈവം പിന്നെയും എന്നോട് സംസാരിച്ചു. ഞാൻ അരകെട്ടി എൻ്റെ മുമ്പിൽ വലിയൊരു കൂട്ടം ജനമിരിക്കുന്നത് കണ്ട് എന്നോട് പറഞ്ഞു, അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമയം നോക്കിയിട്ട് പറഞ്ഞു, വേഗം വേഗം എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയായിരുന്നു മൂന്നാമത്തെ സ്വപ്നം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കാനും ദേശത്തിൽ സാക്ഷ്യം പറയാനും ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് അതിനാൽ എനിക്ക് ബോധ്യപ്പെട്ടു. നാളുകൾ അങ്ങനെ കഴിഞ്ഞു. വൈദ്യശാല പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വരുമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ഇല്ലാതെയായി. അങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് ആഹാരം ലഭിക്കും. ഒരു ദിവസം രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു, കഴിച്ചു. പിന്നെ ഉച്ചയ്ക്കില്ല, പിന്നീട് കാശുമില്ല. ആരോടും കടം ചോദിക്കുന്നത് എനിക്ക് പ്രയാസമാണ്, കടം വാങ്ങുന്നത് പതിവല്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ തമിഴ്നാട്ടിൽ നിന്ന്, അതായത് നടക്കാവെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ബാലപുരത്തേക്ക് അയാൾ കോട്ടയാറിൽ നിന്ന് അരിയെടുത്ത് മറ്റ് കടകളിലേക്ക് സെയിൽ നടത്തുന്നതാണ് അയാളുടെ ജോലി. ആ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന് എന്നെ നല്ല പരിചയമുണ്ട്. എന്നെ കാണണം എന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. പല ഘട്ടങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിലും വരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദിവസം അദ്ദേഹം അമരവിളയിലേക്ക് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായി. ഇന്ന് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വീണ്ടും അദ്ദേഹം നോക്കിയപ്പോൾ സമയം കടന്നു പോയതുകൊണ്ട് ഇയാൾ വേഗത്തിൽ ബാലവനത്തേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞ് വണ്ടി വിട്ടു. എന്നാൽ ദൈവം അന്ന് ആ മനുഷ്യൻ്റെ ബുദ്ധിയെ പിന്നെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിൽ ഞാൻ താമസിക്കുന്ന ഏകദേശം 1 കിലോമീറ്റർ അടുത്തുള്ള പോങ്ങുമൂടെന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് നേറ്റങ്കരയിൽ നിന്ന് പോങ്ങുമൂടെന്ന് പറയുന്ന സ്ഥലം വരെ വന്ന് അവിടെ വച്ച് അദ്ദേഹം ഓർത്തു, അയ്യോ ഞാൻ ബാലവനത്തേക്ക് യാത്ര ചെയ്താണല്ലോ, ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് അദ്ദേഹം പറഞ്ഞ് അവിടേക്ക് യാത്ര ചെയ്തു വന്നു. അന്ന് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വണ്ടി വന്ന് നിന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പരിചയമുള്ളൊരു ബ്രദറാണ് വന്നത്. ഞാൻ ചോദിച്ചു, എന്തിങ്ങനെ പോരാത്ത വഴി? അയ്യോ അത് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ യാത്ര ചെയ്യുമ്പോൾ തിരക്കിൻ്റെയും സമയക്കുറവ് കൊണ്ടും ഞാനങ്ങ് പോകാറുണ്ട്. ഇന്ന് വലിയൊരു അത്ഭുതം നടന്നു. ഞാൻ ബാലവനത്തേക്കാണ് യാത്ര ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ യാത്ര ചെയ്തത് കാട്ടാക്കടയ്ക്ക് വരുന്ന ആ പോങ്ങുമൂടെന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ടായത് അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണെന്ന് മനസ്സിലായി. അന്ന് അദ്ദേഹം അവിടെ വന്നു, ഞങ്ങൾക്ക് കുറച്ച് കാശൊക്കെ തന്നു. അതിനുശേഷം അദ്ദേഹം ഞങ്ങൾക്ക് നല്ല ഫുഡൊക്കെ വാങ്ങി തന്നു. ഞങ്ങളെ വളരെയധികം സ്നേഹിച്ചു അദ്ദേഹം മടങ്ങിപ്പോയി. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് വൈദ്യശാല ഒക്കെ അടയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ വൈദ്യശാല വിട്ട് ഇറങ്ങുന്നതിന് മുൻപ് കർത്താവിൻ്റെ വേലയ്ക്കായിട്ടുള്ള വിളിയാണെന്നുള്ളത് പൂർണ്ണ ബോധ്യം ഉണ്ടായതിനാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ദൈവത്തോട് കണ്ണുനീര് വിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ വേല ഞാൻ ചെയ്യാം, എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ കുടുംബത്തിൽ എനിക്ക് എല്ലാ നിലകളിലും ഉള്ള കുറച്ച് കഴിവുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആരുടെ മുമ്പിലും കൈ നീട്ടാതെ എനിക്ക് ജീവിക്കണം, അതിനെന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ച് ഞാൻ വളരെ കരഞ്ഞു. ആ സമയത്ത് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും എൻ്റെ ഭവനത്തിലാണ്. അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വൈദ്യശാലയെല്ലാം അടച്ചു വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒത്തിരി ദിവസങ്ങൾ പ്രാർത്ഥനയിലൂടെ ഇരിക്കുമ്പോൾ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒരു സഹോദരൻ, ഞങ്ങൾ 5 ദിവസത്തോളം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ വന്നു. എൻ്റെ ഒരു സഹോദരനാണ് പാസ്റ്റർ ജോൺ കുട്ടി. അദ്ദേഹം വന്ന് എൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹം എന്നെക്കുറിച്ച് നല്ല അഭ്യാസിയാണ്, മർമ്മശിൽസക്കാരനാണ്, അങ്ങനെയൊക്കെയുള്ള ആ ദേശത്ത് അറിവ് കൊടുത്തപ്പോൾ
ഒരുപാട് പേര് അന്ന് ആ മീറ്റിങ്ങിൽ വന്നു. ഒരു ഭവനയോഗത്തിന് പ്രസംഗിക്കാൻ, എനിക്ക് അന്ന് വചനമെടുത്ത് പ്രസംഗിക്കാനൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ രക്ഷിക്കപ്പെട്ട അനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നി. അതിനെ തുടർന്ന് തന്നെ വെള്ളി, ശനി, ഞായർ 3 ദിവസത്തെ ആരാധന അവിടെ ക്രമീകരിച്ചു. അങ്ങനെ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രാർത്ഥനകളിലൂടെ ദൈവം ചെയ്യാനായിട്ടിടയായി. അതുമുതൽ പിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ പൂർണ്ണമായും സമർപ്പിക്കാനിടയായി. അങ്ങനെ തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകുന്നത്. അന്ന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ മോളുണ്ട്, 2 വയസ്സുള്ള മോളുണ്ട്, പിന്നെ ഞാനും വൈഫും ഉണ്ട്. എനിക്ക് തോന്നുന്നു 3 രൂപയോ അതിനകത്തുള്ള പൈസയെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അന്ന് അവിടുത്തെ അസംബ്ലീസ് ഓർഡറിൻ്റെ സദേൺ ഡിസ്ട്രിക്റ്റിൻ്റെ പിന്നെ കമ്മിറ്റിക്കാർ വന്ന് ഞങ്ങളെ അവിടെ സ്ഥിരമായിട്ട് അവിടെയുള്ള ആക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവരാരും വന്നില്ല. എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ അന്ന് കരങ്ങളിലുണ്ടായിരുന്ന ആ ചെറിയ തുകയ്ക്ക് അരിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങി തന്നു. അവിടെ ഒരു ചെറിയൊരു ഷെഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കല്ല് കെട്ടിയ ഒരു ചെറിയ വീട്. ഒരാളിന് കാല് നിവർന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമൊന്നും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എങ്കിലും സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് അത് ഞാൻ പൂർണ്ണമായിട്ട് ഞങ്ങൾ പിന്നെ അതിന് സമർപ്പിച്ചതുകൊണ്ട് അവിടെ തന്നെ പാർക്കാൻ ദൈവം സഹായിച്ചു. എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം അവിടെ ഞങ്ങൾ പാർത്തു. അവിടെ ഞങ്ങൾ താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു. എന്നാൽ പിന്നീട് കുഞ്ഞിന് കൊടുക്കാനായിട്ട് പാലില്ല, ബിസ്ക്കറ്റില്ല, ഒന്നുമില്ല. അങ്ങനെ തലേ ദിവസം ആഹാരം ഉണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ചു. പിറ്റേന്ന് രാവിലത്തേക്ക് ഒന്നുമില്ല, ഒരു കട്ടൻ പോലും ഇടാനായിട്ടുള്ള കാശ് ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, വളരെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ 2 സഹോദരന്മാർ കുറച്ച് അകലെയായി പുറത്ത് നിൽക്കുന്നത് കണ്ടു. അവർ വന്നത് ഞങ്ങളെ അന്വേഷിച്ച് വന്നതാണ്. ദൈവം ഒരു ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തു. അതിൻ്റെ തലേ ദിവസം അവർക്ക് കാണിച്ചു കൊടുത്ത ഫോട്ടോ. അവരൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും 9 കിലോമീറ്ററിന് അപ്പുറത്താണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അമരവിള എന്ന് പറയുന്ന സ്ഥലത്ത്. ഞങ്ങൾ താമസിക്കുന്നത് പടന്താലുമൂട് പോറ്റിവിള എന്ന സ്ഥലത്താണ്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. അവരൊരു ചെറിയ ബിസിനസ്സുകാരാണ്. പെട്ടെന്ന് അദ്ദേഹം വെളിപ്പാട് കണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് പറഞ്ഞു, കർത്താവേ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വളരെ താല്പര്യത്തോടുകൂടെ ആ സമയത്ത് തന്നെ പ്രാർത്ഥന നിർത്തി 2 വലിയ സഞ്ചി നിറയെ അരി, ഞങ്ങളുടെ ഒരു വീട്ടിന് എന്തെല്ലാം വേണം അതെല്ലാം വാങ്ങി അവർ യാത്ര പുറപ്പെട്ടു. ആ പോറ്റിവിള എന്ന ദേശത്ത് മുഴുവനും അവർ ഈ സാധനങ്ങൾ കൊണ്ട് ഓരോ പാസ്റ്റർമാരും ഓരോ ചർച്ചുകളിലും അവർ കയറി ഇറങ്ങി. അവസാനമായി അവർ തളർന്നു. ഒടുവിലായി ഒരു തയ്യൽ കടക്കാരൻ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, ഇനി ഇവിടെ ഏതെങ്കിലും ഒരു സുവിശേഷ വേല ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കറിയാമോ ആരെങ്കിലും? അപ്പോൾ പറഞ്ഞ് 2-3 ദിവസമായി കഴിഞ്ഞു. ഒരു മനുഷ്യൻ ഒരു ഭാര്യയും കുഞ്ഞുമായിട്ട് ഇവിടെ വന്നു. അവർ വന്നിട്ട് ഇങ്ങനെ വേലയ്ക്ക് വേണ്ടി വന്നു, പക്ഷേ ആ സ്ഥലത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ ചെറിയൊരു ഷെഡ് പോലുമില്ല, ഒരു ചെറിയൊരു വീടാണ്, ഒരാൾ താമസിച്ചിരുന്നതാണ്, ഒരു മന്ത്രവാദി താമസിച്ചിരുന്ന വീടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ തേടി അവർ വന്നു കഴിഞ്ഞ ശേഷം എന്നെ ആ സാധനങ്ങളെല്ലാം വഴി വെച്ചിട്ട് എന്നെ കണ്ട മാത്രയിൽ ദൈവം കാണിച്ചു കൊടുത്ത ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇദ്ദേഹം ഇറങ്ങി അവിടെ വന്നിട്ട് ചോദിച്ചു, ഒരു ചായ തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ നിർബന്ധിച്ച് ചായ കുടിക്കാറില്ല, കട്ടൻ തരാമോ? ഞാൻ പറഞ്ഞു അതില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തലേ ദിവസം ചോറ് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിടും, അതിൻ്റെ കഞ്ഞിവെള്ളം ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ കയറാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. വീട്ടിൽ കയറി നോക്കിയപ്പോൾ അവിടെ ഒന്നും പാകം ചെയ്തിട്ടില്ല, തീ കത്തിച്ചിട്ടില്ല. അങ്ങനെ അവർക്ക് കാര്യം മനസ്സിലായി. ഇദ്ദേഹം ഓടിച്ചെന്ന് സാധനങ്ങളെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവർ ആ തറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അടിച്ചൊതുക്കിയ ഒരു സ്ഥലമല്ല, ഒരു മന്ത്രവാദി കിടന്ന ഒരു സ്ഥലമാണ്, ഒരു കട്ടിൽ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും അവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ആ മനുഷ്യനെ 2 വർഷം ദൈവം ഞങ്ങൾക്ക് അവിടെ ഉപയോഗിച്ചു. ഞങ്ങൾക്ക് വേണ്ട എല്ലാ അരി സാധനങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ടുവരുന്നത്
ആ ദൈവത്തിൻ്റെ ദാസനായിരുന്നു. ഞാൻ അവിടെ ഒരു ഷെഡ് ഇടാൻ താല്പര്യപ്പെട്ടു. ആ ഷെഡിന് പ്രകാരം അവിടെ ഒരു പള്ളി ഉണ്ടായിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ഇട്ടത് അതിന് പ്രകാരമാണ് അവിടെ പള്ളി വന്നത്. അന്ന് ആ ഷെഡ് ഇടുന്ന സമയത്ത് എന്നെ സഹായിക്കാൻ ഒരു സഹോദരന്മാരുമില്ല. കുറച്ചകലെയായി ഒരു ചെറുപ്പക്കാരൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവനൊരു തലവേദന വന്നാണ് ചെന്ന് കിടന്നത്. കിടക്കുന്ന സമയത്ത് അവൻ പെട്ടെന്നൊരു ദൈവശബ്ദം കേട്ടു. എൻ്റെ ദാസൻ കുടുംബം അവർ ആ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ നിങ്ങളൊരു ഷെഡ് ഇടണം. അവർ ഷെഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ഓടി ചെല്ലുക എന്ന് പറഞ്ഞു. അദ്ദേഹം ആ സ്ഥലം മനസ്സിലാക്കി ഓടി വന്നപ്പോൾ അദ്ദേഹം കേട്ട ദൈവശബ്ദം പോലെ തന്നെ ഞങ്ങളങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ടു. അദ്ദേഹം ഞങ്ങളോടൊപ്പം നിന്ന് ആ ഷെഡ് പൂർത്തീകരിക്കുന്നത് വരെ അദ്ദേഹം കൂടെ നിന്ന് പ്രവർത്തിച്ചു. അവിടെയും ദൈവം അത്ഭുതങ്ങൾ ചെയ്തു, വലിയ അത്ഭുതങ്ങൾ ചെയ്തു. വളരെയധികം എതിർപ്പുകൾ ആ ദേശത്തുനിന്ന് വന്നെങ്കിലും ആ എതിർപ്പുകൾ ദൈവം മാറ്റി തന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ അവിടെ നടത്തി, അത്ഭുതകരമായി നടത്തി. അതിനുശേഷമായിട്ട് ചെമ്മാവിളയ്ക്ക് യാത്ര പുറപ്പെട്ടു. അവിടെ ചെന്ന് വലിയ അത്ഭുതങ്ങളും കർത്താവ് ചെയ്തു. അവിടെ ഒരു സഭ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ സ്ഥലവും അവിടെ സദേൺ ഡിസ്ട്രിക്റ്റിൻ്റെ ഇതിലാണ് ആ സഭ ഉള്ളത്. 2 സെൻറ്റ് സ്ഥലം അവർ ഫ്രീ ആയിട്ട് തന്നു, 1 സെൻറ്റ് സ്ഥലം കൂടെ വാങ്ങിച്ചു. അങ്ങനെ ഒരു സഭ അസംബ്ലീസ് റോഡിൻ്റെ സദേൺ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു അസംബ്ലീസ് റോഡ് സഭ ഇന്ന് അവിടെയുണ്ട്. അതിനുശേഷം ദൈവശബ്ദപ്രകാരം ഞാൻ കവടിയാറിലേക്ക് വന്നു. ഞാൻ അതുവരെയും ബൈബിൾ കോളേജിൽ ചേർന്നിട്ടില്ല. ചെറിയൊരു പഠനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അന്ന് എനിക്ക് അവിടെ ലൈസൻസ്, എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പുനലൂർ അസംബ്ലീസ് റോഡിലേക്ക് ബദേലിലേക്ക് വന്നു. അവിടെ അവിടെ അന്നത്തെ പ്രിൻസിപ്പാൾ എനിക്ക് തോന്നുന്നു TJ ഷമുൽ സാറാണ്. അദ്ദേഹത്തോട് സംസാരിച്ച് റോബർട്ട് റെഗുലസ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ എന്നെ ഇവിടത്തേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചു. അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ട് വേല ചെയ്യുന്നതിനും അവിടെ പഠിക്കുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ എനിക്ക് ചെയ്തു തന്നു. അവിടെ പഠിക്കാൻ ദൈവം സഹായിച്ചു. ബെഥനി ബൈബിൾ കോളേജിലാണ് ഞാൻ പഠിച്ചത്, ട്രിവാൻഡ്രത്ത്. ആ പഠനം കഴിഞ്ഞു. വേല വളർന്നുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ മറ്റൊരു ഇടത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അതിൻ്റെ വേലയായതുകൊണ്ട് എനിക്ക് വഴികൾ തുറന്നു തന്നു. അങ്ങനെ ഞാൻ മിത്രാദേവതയിലേക്ക് കടന്നു പോകാനിടയായി. അവിടെ 4.5 വർഷം ദൈവവേല ചെയ്യാനിടയായി. അവിടെ ധാരാളം പേർ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാനൊക്കെ ഇടയായി. എങ്കിലും അത് കഴിഞ്ഞപ്പോൾ ആ ദേശത്തു നിന്ന് വീണ്ടും പട്ടണത്തിലേക്ക് ഒരു കൂടിവരവിന് വേണ്ടി ഒത്തിരി ആൾക്കാർ വന്നെന്നെ വിളിച്ചു. അങ്ങനെ ആ വേലയ്ക്ക് വേണ്ടി പോയി. അവിടെ പ്രവർത്തിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു നല്ല കൂട്ടായ്മയുണ്ടായി. അവിടുത്തെ സംഘാടകരും എന്നോട് പറഞ്ഞത്, ഇനി നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകണം. അപ്പോൾ അവരുടെ ഒരു പുതിയ സംഘടന രൂപീകരിക്കാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് വേണ്ട, ഞാൻ അസംബ്ലീസ് റോഡിലെ ഒരു വേലക്കാരനാണ്, അത് ഒരു വലിയ വയലാണ്, ഞാൻ എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും വേല ചെയ്യുന്ന അവിടെയാണ്, അതുകൊണ്ട് എനിക്കതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാറിത്തരണമെന്ന് പറഞ്ഞു. ഞാൻ മാറിക്കൊടുത്തു. അവിടെയും സന്തോഷത്തോടെയാണ് ഇറങ്ങി തിരിച്ചത്. പല വീടുകളിൽ ഞാൻ പാർത്തു. പല വീടുകളിൽ പാർക്കുമ്പോൾ അവിടെ കൂടി വരവ് കണ്ടിട്ട് അതിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളോട് വീട് മാറിക്കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതവണ പല ഇടങ്ങളിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട്. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറിക്കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോയിട്ടുണ്ട്. ഇവിടെയെല്ലാം ദൈവശബ്ദത്തെ മാത്രം പിന്തുടർന്ന് പോകുക എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കഷ്ടതകൾ വളരെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ അന്ന് കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാപിച്ച നന്മകൾ പിന്നെ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ ആ ദേശത്തിൽ ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്ര കാലം അവിടെ പാർക്കുമ്പോൾ അത്രയും കാലം വരെ അവരായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. ഇത് ആരെയും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോയതൊന്നുമല്ല, ദൈവം അയച്ചിട്ട് വന്ന് അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളായിരുന്നു. ദൈവം നടത്തിയ അനുഭവങ്ങളാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പങ്കുവച്ചത്. ദൈവവചനത്തിൽ പറയുന്ന ചില വചനങ്ങൾ ഞാൻ പറയാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനിലേക്കും നമ്മുടെ മുഖം തിരിക്കേണ്ടതില്ല, നമ്മുടെ കൈ നീട്ടേണ്ടതുമില്ല. ദൈവം നമുക്ക് ആവശ്യമുള്ളത് തന്നു നടത്താൻ ദൈവം വിശ്വസ്തനാണ്.
പലരും കത്തുകൾ കൊണ്ട് അപേക്ഷകൾ കൊണ്ട് പലയിടങ്ങളിലും കൊടുക്കാറുണ്ട്. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, സഭയെ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ കുടുംബത്തെ ഹെൽപ്പ് ചെയ്യണം, ആവശ്യങ്ങളിൽ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ അതിനോട് ഒട്ടും താല്പര്യമുള്ളൊരു മനുഷ്യനല്ല. ഞാൻ ഇത്രയും എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞാൻ എനിക്ക് ഇന്ന സഭ വേണം എന്ന് പറഞ്ഞ് അസംബ്ലീസോട് ചേർന്നതിന് ശേഷം ഞാൻ ഒരു ലെറ്റർ എഴുതി എനിക്ക് ഇന്ന സഭ വേണം എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല. കാരണം ദൈവം നടത്താൻ ശക്തനാണ്. അതുകൊണ്ട് എന്നെ കേട്ട, എൻ്റെ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ വളരെ ഹാർദമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങൾക്കും കർത്താവിനെ സേവിക്കാം. ദൈവം നമ്മുടെ താഴ്ചകളെ മാറ്റും. നമുക്കുള്ള അവൻ വിശ്വസ്തനാണ്. നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവകരങ്ങളിൽ നമുക്ക് അർപ്പിക്കാം, ദൈവമഹത്വത്തിനായി ജീവിക്കാം. ഒരിക്കലും നാം ലജ്ജിക്കാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. വേദപുസ്തകത്തിൽ റോമാലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവനിൽ ആശ്രയിക്കുന്ന, അതായത് യേശുവിൽ ആശ്രയിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. നമ്മുടെ കാലാകാല ഘട്ടങ്ങൾക്കനുസരിച്ച്, തലമുറകൾക്കനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച് അവൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവമാണ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ അവസരമൊരുക്കി തന്ന വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ എല്ലാ പ്രവർത്തകർക്കും, എൻ്റെ ഡയറക്ടർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.